ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അഡൻഡു ബെഞ്ച് മാർക്കാണ്. ഫസ്റ്റ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഷവോമിയുടെ 14 സീരീസ് സ്നാപ്ഡ്രാഗൺ 8S Gen 3 വരുന്നത്. GPU വരുന്നത് Adreno 735 ആണ്. 3 GHz ആണ് ക്ലോക്ക് ഇരിക്കുന്നത്, മാക്സിമം ക്ലോക്ക് സ്പീഡ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പോക്കോ F6 സെയിം തന്നെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 തന്നെയാണ് വരുന്നത്. സെയിം തന്നെ 4 nm Adreno 735, ഇതും 3 GHz. ഇത് രണ്ടും സെയിം ടു സെയിം തന്നെയാണ് വരുന്നത്. ആൻഡ് ഇവർ രണ്ടുപേരുമാണ് നെക്സ്റ്റത്തെ രണ്ടാൾക്കാർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro. സോ മോട്ടോയുടെ എഡ്ജ് 50 Pro വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 വരുന്നത്. എഡ്ജ് 50 Pro വരുന്നത് 7 Gen 3. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റിയൽമി GT60 7+ Gen 3. ഇതിൻ്റെ മാക്സിമം GHz 2.8 GHz ആൻഡ് നമ്മുടെ A7 Gen 3യുടെ 2.63 GHz. നമുക്ക് മാക്സിമം പെർഫോമൻസ് മോഡ് സ്വിച്ച് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഷവോമി 14 CV ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, ജസ്റ്റ് ഒരു സ്ക്രോൾ ഡൗൺ ബാറ്ററി പോവുക. ബാറ്ററിക്കകത്ത് നമുക്ക് ഇവിടെ കറണ്ട് മോഡ് ഉണ്ട്, അത് പെർഫോമൻസ് മോഡ് ആക്കുക. സോ പെർഫോമൻസ് മോഡ് ഓൺ, യു ക്യാൻ സി പെർഫോമൻസ് മോഡ് ഓൺ. പോക്കോയുടെ അതിൻ്റെ പേര് അൾട്ടിമേറ്റ് മോഡ് ആണ്. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, ബാറ്ററി സെയിം തന്നെ ബാറ്ററി പോവുക, എന്നിട്ട് നമ്മുടെ കറണ്ട് മോഡ് എടുക്കുക, അൾട്ടിമേറ്റ് മോഡ് ഓൺ ആക്കുക. ആൻഡ് റിയൽമി GT60 അതിൻ്റെ പേര് GT മോഡ് എന്നാണ്. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, നമ്മുടെ ബാറ്ററി എടുക്കുക, അതിനകത്ത് നമുക്ക് ഇവിടെ GT മോഡ് ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ചെയ്യുക. അതിൽ കിട്ടുന്ന ആനിമേഷൻ ആണ് കേട്ടോ നമ്മുടെ GT വരുന്നത്. ആൻഡ് നമ്മുടെ ഇതിനകത്ത് ജസ്റ്റ് ഒരു ബേസിക് സെറ്റിംഗ്സ് ആണ് കേട്ടോ. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, സിസ്റ്റത്തിൽ പോവുക, അവിടെ ഒരു പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് സ്മാർട്ട് ആപ്പ് ലോഞ്ച് ഗോ. സോ ഓക്കെ, Xiaomi 14 CV. Okay, started. And next, same with the Poco F6 as well. Poco F6, Xiaomi 14 CV, then Realme GT60 and the Moto Edge 50 Pro. ാണ് നമ്മുടെ അഡോബി ബെഞ്ച് മാർക്കിന്റെ സ്കോഴ്സ്. ആൻഡ് ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro 7 Gen 3. ആൻഡ് 7 Gen 3യും 7+ Gen 3 ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ ചെറിയ ഡിഫറൻസ് എക്സ്പെക്ട്, ബട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. യു ക്യാൻ സി ഇത് ജസ്റ്റ് 8 ലക്ഷം ആണെങ്കിൽ ഇത് 13 ലക്ഷം, ക്ലോസ് ടു 14 ലക്ഷം വരുന്നത് നമുക്ക് ഇതിന്റെ സ്കോഴ്സ്. ആൻഡ് യു ക്യാൻ സി ഇതിന്റെ GPUയിലും CPUയിലും ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട്. 7 Gen 3യും 7+ Gen 3 ആയിട്ട് യു ക്യാൻ സി 2,45,000 വേഴ്സസ് 3,60,000. അവിടെ നല്ല ഡിഫറൻസ് ഉണ്ട്, 1 lakh എബോവ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇൻ GPUയിൽ 2 lakh എബോവ് ഡിഫറൻസ്. യു ക്യാൻ സി 2,41,000 വേഴ്സസ് 4,86,000. സോ ബിഗ് ഡിഫറൻസ് ആണ് ഈ ഏരിയാസിൽ. പിന്നെ മെമ്മറിയിൽ അതേപോലെ ഡിഫറൻസ് ഒബ്വിയസ്ലി അത് പിന്നെ UFS 2.2 ഒക്കെയാണ്, അത് കാരണം അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും വരും. പിന്നെ UX 1,64,000 ആണ്, ഇവിടെ 2,33,000. സോ 7+ Gen 3 ഈസ് ഇംപ്രസീവ് ആണ്. ആൻഡ് യു ക്യാൻ സി ബാറ്ററി ഡ്രോപ്പ് ഭയങ്കര കുറവാണ് കേട്ടോ. ബാറ്ററി ഡ്രോപ്പും ടെമ്പറേച്ചറും വലിയ കാര്യമായിട്ട് കൂടിയിട്ടില്ല. നമ്മുടെ മോട്ടോ എഡ്ജ് 50 ജസ്റ്റ് 5% ചൂട് വന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ളൂ. യു ക്യാൻ സി ആൻഡ് ജസ്റ്റ് 4% ഡ്രോപ്പ്. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ബാറ്ററി ഡ്രോപ്പ്, അതേപോലെ തന്നെ ലോവസ്റ്റ് ഇത് വന്നിരിക്കുന്നത്, ടെമ്പറേച്ചർ കയറിയിരിക്കും വന്നേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ 7+ Gen 3 ആയിട്ടുള്ള റിയൽമി GT60 നോക്കുകയാണെങ്കിൽ 7.3 വിച്ച് ഈസ് ഡീസെന്റ്, കുറവാന്ന് ഞാൻ പറയും. ആൻഡ് ജസ്റ്റ് 5% ദാറ്റ്സ് ഡീസെന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇവർ രണ്ടുപേരും ഒബ്വിയസ്ലി എക്സാക്ട് സെയിം പെർഫോമൻസ് ആണ്, ബിക്കോസ് സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. രണ്ടും പക്ക, യു ക്യാൻ സി ഓൾമോസ്റ്റ് രണ്ടും ക്ലോസ് ടു 15 lakh ടു ബി പ്രിസൈസ് ആണ്. രണ്ടും പക്ക. യൂഷ്വലി പോക്കോ ആണ് നന്നായിട്ട് കൂടുതൽ വരേണ്ടതാണ്, പക്ഷേ രണ്ടും എക്സാക്ട് സെയിം ആണ്. രണ്ടും നമ്മൾ മാക്സിമം പെർഫോമൻസ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്, ബട്ട് സെയിം. സോ ദാറ്റ്സ് എ റിയലി നൈസ് ജോബ് ബൈ ഷവോമി എന്ന് ഞാൻ പറയും. സോ പോക്കോ ഒബ്വിയസ്ലി ബീസ്റ്റ് പെർഫോമൻസ് ആയിരിക്കുമല്ലോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ GPU CPU യു ക്യാൻ സി ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. യു ക്യാൻ സി ജസ്റ്റ് മൈനർ, അതായത് ഒരു എഡ്ജ് എന്ന് പറയാനൊന്നുമില്ല. ആൻഡ് യു ക്യാൻ സി ക്ലോസ് ടു 4 lakh ആണ് രണ്ടിൻ്റെ CPU വന്നിരിക്കുന്നത്. ആൻഡ് GPU വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ടു 5 lakh ആണ്. ആൻഡ് മെമ്മറി ഓൾമോസ്റ്റ് സെയിം ആണ്, UX ഓൾമോസ്റ്റ് സെയിം ആണ്. ആൻഡ് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫോം ഫാക്ടർ കുറവായിരുന്നു, കുറച്ചും കൂടെ വാം ആയിട്ടുണ്ട്. യു ക്യാൻ സി 12.4 degrees Celsius വാം ആയിട്ടുണ്ട്. ആൻഡ് ഇവർ ജസ്റ്റ് 10 degrees Celsius ആണ് വാം ആയിട്ടുള്ളൂ. ആൻഡ് നമ്മുടെ പോക്കോ F6. ആൻഡ് നെക്സ്റ്റ് ബാറ്ററി ഡ്രോപ്പ് ഇച്ചിരി കൂടുതലാണ്, കാരണം ബാറ്ററി കപ്പാസിറ്റി കുറവായിരുന്നു. ഇച്ചിരി കൂടുതൽ ബാറ്ററി 8% ഡ്രോപ്പ് ആയിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് 5% ഡ്രോപ്പ് ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ സ്റ്റോറേജ് സ്പീഡ് ടെസ്റ്റ് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം.
മോനെ സൗമിയുടെ 14 CV എക്സ്പെക്ടിനേക്കാൾ കിഡിലൻ സ്കോറാണ്. ഞാൻ പോക്കോ ആയിട്ട്, കാരണം രണ്ടും 8S3 സെയിം സ്പെക്കാരനെ ഞാൻ പോക്കോയാണ് കുറച്ചാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ പോക്കോക്കാണ് ഇവിടെ കുറവ് വന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി 1,83,000 ആണ് നമ്മുടെ ഷോമി 14 CV. ആൻഡ് യു ക്യാൻ സി ജസ്റ്റ് 1,67,000 വരുന്നുള്ളൂ നമ്മുടെ പോക്കോ F6. ആൻഡ് തേർഡ് ഒബ്വിയസ്ലി GT60 ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 1,58,000. ഒബ്വിയസ്ലി ഇത് നമുക്ക് സ്റ്റോറേജ് സ്പീഡ് ഒക്കെ കുറവായിരുന്നു, UFS 2.2 ഒക്കെ വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ജസ്റ്റ് 61,000 ആണ് നമ്മുടെ മോട്ടോ 850 Pro വരുന്നത്. So it's a really good score for the Xiaomi 14 CV as well as the Realme GT60, and ഒബ്വിയസ്ലി ഡീസെന്റ് ആണ് നമ്മുടെ പോക്കോ F6. റീഡ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 11,000 വന്നിട്ടുണ്ട്, ഇവിടെ 38,000 വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ റീഡ് സ്പീഡ് പോക്കോ F6 47,000 വന്നിട്ടുണ്ട്, ഇവിടെ 46,000. സോ ഇവിടെ റീഡ് സ്പീഡ് കുറച്ചാണ് കൂടുതൽ നമ്മുടെ പോക്കോ F6. അല്ലെങ്കിൽ റൈറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 11,000, ഇവിടെ 31,000, ആൻഡ് ഇവിടെ 35 ആണ് നമ്മുടെ പോക്കോ F6. പക്ഷേ ആൻഡ് ഇവിടെ അവിടെ കയറിയിട്ടുണ്ട് 36,000 വന്നിട്ടുണ്ട്. സോ ഇവിടെ 1-1 ഇപ്പോൾ സ്കോർ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ റാൻഡം ആക്സസ് സ്പീഡ് ഇവിടെ 37,000 ഒബ്വിയസ്ലി, ആൻഡ് ഇവിടെ നമുക്ക് 88,000 കിട്ടുന്നുണ്ട്. സോ ഇത് റിയലി കൂൾ. ആൻഡ് യു ക്യാൻ സി പോക്കോ F6 84 ഉള്ളൂ, പക്ഷേ നമ്മുടെ റിയൽമി GT60 88,000 കിട്ടുന്നു. ആൻഡ് ഷവോമി 14 CV 1 lakh. വാവ്, സ്റ്റണ്ണിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷവോമി 14 CV. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് CPU ടെസ്റ്റ്. ഇതാണ് നമ്മുടെ CPU ടെസ്റ്റിന്റെ സ്കോർ വന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പോക്കോയുടെ F6 ആണ്. യു ക്യാൻ സി 92% ഓഫ് മാക്സിമം പെർഫോമൻസ് ആണ് ത്രോട്ടിൽ ചെയ്തേക്കുന്നത്. ആൻഡ് CPU ത്രോട്ടിൽ 91% ഓഫ് മാക്സിമം പെർഫോമൻസ് ആണ് നമ്മുടെ ഷവോമി 14 CV. സെക്കൻഡ് ആണ് നമ്മുടെ ഷവോമി 14 CV വന്നത്. ആൻഡ് യു ക്യാൻ സി മാക്സിമം പെർഫോമൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഷവോമി 14 CV ആണ്. 3,17,000 ആണ് നമുക്ക് ഷവോമി 14 CV വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3,15,000 ആണ്. ആവറേജ് വന്നിരിക്കുന്നത് 2,98,000, ഇവിടെ 2,90,000 ആണ്. ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. ആൻഡ് മിനിമം വന്നിരിക്കുന്നത് 2,83,000, ഇവിടെ 2,85,000. സോ മിനിമം കൂടുതൽ ഇച്ചിരി കൂടെ നമ്മുടെ ഷവോമി 14 CV ആണ് ലൈറ്റ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, 92%, ഇവിടെ 91%. സോ 8S Gen 3 രണ്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ സി ഗ്രാഫ് ഒക്കെ പക്ക ഗ്രീൻ തന്നെയാണ്. ആൻഡ് ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു യു ക്യാൻ സി ആ ഗ്രാഫിനകത്ത് ചെറിയൊരു ഇത് നമ്മുടെ റിയൽമി GT60 ആണ് 7+ Gen 3 വെച്ച് വന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി നമുക്ക് ഇവിടെ ചെറിയൊരു CPU തൊട്ട് 86% ഓഫ് മാക്സിമം പെർഫോമൻസ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത്. ആൻഡ് മാക്സിമം യു ക്യാൻ സി 3,11,000 ആണ്. ഇവിടെ നമുക്ക് 3,15,000 വന്നായിരുന്നു 8S Gen 3. ആൻഡ് ആവറേജ് 2,83,000, ഇവിടെ നമുക്ക് 2,98,000 ആണ് 8S Gen 3 വന്നേക്കുന്നത്. ആൻഡ് മിനിമം 2,63,000 ആണ്. ഇവിടെ നമുക്ക് മിനിമം വന്നേക്കുന്നത് 2,83,000 85,000 ഒക്കെയാണ്. സോ ഇച്ചിരി തൊട്ട് താഴെ നിൽക്കുന്ന സംഭവം. ആൻഡ് ഒബ്വിയസ്ലി 7 Gen 3 ആയിട്ടുള്ള നമ്മുടെ മോട്ടോ Edge 50 Pro ഒബ്വിയസ്ലി നമുക്ക് 78% ഓഫ് മാക്സിമം പെർഫോമൻസ്, യൂഷ്വലി 80 സംതിങ് കിട്ടേണ്ടതാണ്, ബട്ട് ആക്ച്വലി അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി അത് മാക്സിമം വന്നിരിക്കുന്നത് 2,96,000, ഇവിടെ യു ക്യാൻ സി 3,11,000 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ആവറേജ് വാസ് 2,83,000, ഇവിടെ നമുക്ക് 2,65,000, ആൻഡ് മിനിമം വാസ് 2,63,000 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ 2,25,000 ആണ്. സോ ഐ വുഡ് സേ so first goes to the Poco F6, second goes to the Xiaomi 14 CV, third for the Realme GT60, and for the Moto Edge 50 Pro.